ഒരു കാലത്ത് ഏറനാട് താലൂക്കിലെ മുഴുവൻ സ്ഥലങ്ങളുടെ ഉടമസ്ഥാവകാശം എന്ന ക്ഷേത്രത്തിന്റെ കുളത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡൈനാമൈറ്റ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് ഈ ക്ഷേത്രത്തിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് കാണാം. മലപ്പുറത്തിന്റെ കോഴിക്കോടിന്റെ ഏകദേശം ബോർഡറായി വരുന്ന കീഴുപറമ്പ് എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം. ക്ഷേത്ര കുളത്തിന്റെ തന്നെ വലുപ്പം 1 ഏക്കറോളം ഉണ്ടെന്നാണ് കേട്ടറിഞ്ഞത്. മലബാറിലെ തന്നെ ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. 1884 ഡിസംബർ 25-ന് ചാലിയാർ പുഴ നീന്തി കടന്നു വന്ന 12 അംഗ കലാപകാരികൾ ക്ഷേത്രം കൈയടക്കുകയും ക്ഷേത്രത്തിന് പുറത്തേക്ക് വെടിയുയർത്തുകയും ചെയ്തതിനെ തുടർന്ന് അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന വില്യം ലോഗ ബ്രിട്ടീഷ് സൈനികരെ ഇവിടേക്ക് എത്തിക്കുകയും ക്ഷേത്രത്തിനകത്തേക്ക് വെടിവെക്കുകയും ചെയ്തു. അക്രമികൾ ക്ഷേത്ര ഗോപുരത്തിനകത്തായതിനാൽ വെടിയുതിർത്തുന്നതിൽ കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് മദ്രാസിൽ നിന്ന് എത്തിച്ച ഡയനാമൈറ്റ് ഉപയോഗിക്കാമെന്ന തീരുമാനത്തിലെത്തിയത്. അങ്ങനെ ഡൈനാമൈറ്റ് ഉപയോഗിച്ച് ഗോപുരം തകർത്ത് അകത്തു കയറിയ ബ്രിട്ടീഷ് സേന 12 കലാപകാരികളും വകവരും എന്നാണ് ചരിത്രം പറയുന്നത്. അന്ന് തകർന്ന അതേ അവസ്ഥയിലാണ് ക്ഷേത്ര ഗോപുരം ഇന്നും നിലനിൽക്കുന്നത്. ഏകദേശം 1500 വർഷത്തിലേറെ പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ ഒരു സൺസെറ്റ് കാണാൻ പറ്റില്ല അടിപൊളി സ്പോട്ട് ഉണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ സൺസെറ്റ് കൂടി കണ്ട് ആസ്വദിച്ചിട്ട് പോകും.